കോട്ടയം തീക്കോയിൽ ഇറക്കത്തിൽ നിയന്ത്രണം വിട്ട കാർ റോഡരികിലെ വീട്ടിലേക്ക് മറിഞ്ഞു. വീടിനകത്ത് പഠിച്ചുകൊണ്ടിരുന്ന വിദ്യാർത്ഥി തലനാരിഴയ്ക്കാണ് അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്. കാർ യാത്രികന് നിസ്സാരമായി പരിക്കേറ്റു. ഞാൻ ആദ്യം പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഞാൻ മതിലിന്റെ ഒച്ച കേട്ടപ്പോഴേക്കും ഞാൻ ചാടിയായിരുന്നു. അവിടെ ഞാൻ നോക്കുമ്പോ കല്ല് ഒക്കെ വീണ് ഇവിടെ വീണു. കഴിഞ്ഞപ്പോൾ ഞാൻ അങ്ങോട്ട് മാറി നിന്നപ്പോ ഉമ്മ വിളിച്ചായിരുന്നു, ഇറങ്ങി വന്നു പറഞ്ഞ. അപ്പൊ ഇറങ്ങി വന്ന് ഞാൻ നോക്കുമ്പോ പിന്നെ ഉമ്മ പറഞ്ഞ വെളിയില് വണ്ടി കിടക്കുവാണ്. വീടിന്റെ കേടുപാടുകളുണ്ട്. ഷീറ്റ് പൊട്ടുകയും കയ്യാല ഇടുകയും പിന്നെ വണ്ടിയുടെ അകത്തിരുന്ന ഒരു ടേബിളിന്റെ ഗ്ലാസ് പൊട്ടുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഭാഗ്യമായിട്ട് വലിയ അപകടമൊന്നും പരിക്കായിട്ടൊന്നുമില്ല. ടോബി ജോൺസൺ വിവരങ്ങളുമായി ചേരുന്നുണ്ട് കോട്ടയത്ത് നിന്ന്. ടോബി, എപ്പോഴാണ് ഈ അപകടം? എന്താണ് സംഭവിച്ചത് ടോബി? വിശദമായ വിവരങ്ങൾ എങ്ങനെയാണ്? ഇന്ന് ഉച്ചയോടുകൂടിയാണ് ഈ അപകടം ഉണ്ടായത്. എന്തായാലും ആർക്കും ഈ ഒരു അപകടത്തിൽ കാര്യമായിട്ടുള്ള പരിക്കൊന്നും പറ്റിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ആശ്വാസകരമായിട്ടുള്ള കാര്യം. അതിൽ ഏറ്റവും പ്രധാനം ഈ അൽസാബിത്ത് എന്ന് പറയുന്ന കുട്ടിയുടെ കാര്യമാണ്. കാരണം ആ വീടിനുള്ളിൽ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഈ കുട്ടി. അപ്പോഴാണ് ഈ അപകടം ഉണ്ടാകുന്നത്. ഇത് തീക്കോയി അടുക്കം മേഖലയിലാണ്, മേസ്തിരിപ്പടിക്ക് സമീപമാണ്. കുത്തനെയുള്ളൊരു ഇറക്കം ആയിരുന്നു. അവിടെ നിയന്ത്രണം വിട്ട ഇയോൺ കാർ നിയന്ത്രണം തെറ്റി ഈ വീടിന്റെ മുകളിലേക്ക് മറിയുകയായിരുന്നു. ഭിത്തി ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ ആ ഭിത്തിക്ക് അപ്പുറത്തേക്ക് ഈ വാഹനം വരാതിരുന്നത് കൊണ്ടാണ് ഈ കുട്ടി രക്ഷപ്പെട്ടത് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ അതേസമയം ഈ ഓടും അതല്ല തകർന്നു വീണ് ഇവരുടെ ഡൈനിങ് ടേബിൾ അടക്കം, ഈ കുട്ടി പഠിച്ചുകൊണ്ടിരുന്ന ഡൈനിങ് ടേബിൾ അടക്കം പൊട്ടുന്ന ഒരു സാഹചര്യവുമുണ്ട്. എന്തായാലും അത്ഭുതകരമായിട്ട് ഈ കുട്ടി രക്ഷപ്പെട്ടു എന്നുള്ളതാണ് ആശ്വാസകരമായിട്ടുള്ള കാര്യം. ഈ വാഹനത്തിൽ ഉണ്ടായിരുന്ന യാത്രക്കാരന് നിസ്സാര പരിക്കുകളോടെയാണ് രക്ഷപ്പെട്ടിട്ടുള്ളതെന്നും ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. വെള്ളായണി സ്വദേശിയുടെയാണ് ഈ വാഹനം. പോലീസും ഫയർഫോഴ്സും എല്ലാം അപ്പോൾ തന്നെ അവിടെ എത്തി രക്ഷാപ്രവർത്തനങ്ങളൊക്കെ നടത്തിയിരുന്നു. ഏതായാലും സ്ഥിരമായി അപകടം ഉണ്ടാകുന്ന ഒരു പ്രദേശമാണ്, കുത്തനെയുള്ള ഇറക്കമാണ്. അതിനിടയിലാണ് ഈ വാഹനത്തിന്റെ അങ്ങനെ ഇറക്കമിറങ്ങി വരുമ്പോഴാണ് ഈ വാഹനത്തിന്റെ നിയന്ത്രണം നഷ്ടമായതെന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ടോബി, ആ ദൃശ്യങ്ങൾ വളരെ നടുക്കുന്നതാണ്. ഈ കാർ യാത്രക്കാരന്റെ പരിക്ക് ഗുരുതരമല്ല എന്ന് മനസ്സിലാക്കുന്നു. അദ്ദേഹത്തിന്റെ ആരോഗ്യനില എങ്ങനെയാണ് ടോബി? നിസ്സാര പരിക്കുകൾ മാത്രമാണ് ഉള്ളത് എന്നാണ്. സീറ്റ് ബെൽറ്റ് ഇട്ടിരുന്നത് കൊണ്ട് തന്നെ കാര്യമായിട്ട് പരിക്കുകളൊന്നും ഉണ്ടായിട്ടില്ല. കാരണം ഈ വാഹനം റോഡിൽ നിന്നും തെന്നി മറിഞ്ഞ് ഈ വീടിന്റെയും വഴിയുടെയും ഇടയിലേക്ക് വീഴുകയായിരുന്നു. അതായത് ഈ റോഡിൽ നിന്നും റോഡ് നിരപ്പിൽ നിന്നും താഴെയാണ് ഈ വീടിരിക്കുന്നത്. അപ്പോൾ ഈ റോഡിന്റെയും ഈ ഭിത്തിയുടെയും വീടിന്റെയും ഇടയിലേക്കാണ് ഈ വാഹനം വീണത്. അതുകൊണ്ട് തന്നെ കാര്യമായിട്ടുള്ള ഒരു പരിക്ക് ഈ വാഹനത്തിൽ ഉണ്ടായിരുന്ന ആൾക്ക് ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. നിസ്സാര പരിക്കുകൾ മാത്രമാണ് ഉള്ളത് എന്നാണ്. സീറ്റ് ബെൽറ്റ് ഇട്ടിരുന്നത് കൊണ്ട് തന്നെ കൂടുതൽ പരിക്കുകളൊന്നും ഇദ്ദേഹത്തിന് ഏറ്റില്ല എന്നാണ് പറയുന്നത്. എന്തായാലും ഇദ്ദേഹത്തെയും ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. പരിക്കുകൾ നിസ്സാരമായതുകൊണ്ട് തന്നെ ഉടൻ തന്നെ വീട്ടിലേക്ക് പോകാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. നിയന്ത്രണം എങ്ങനെ നഷ്ടമായി, ബ്രേക്ക് ലഭിക്കാതിരുന്നതാണോ എന്നടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട്. എന്തായാലും സ്ഥിരമായിട്ട് അപകടം ഉണ്ടാകുന്ന ഒരു പ്രദേശം തന്നെയാണിത്. കുത്തനെയുള്ള ഇറക്കമായതുകൊണ്ട് തന്നെ പലപ്പോഴും നിയന്ത്രണം വിട്ട വാഹനങ്ങൾ ഈ മേഖലയിൽ അപകടത്തിൽ പെടാറുണ്ടെന്ന് തന്നെയാണ് നാട്ടുകാർ പറയുന്നത്. ശരി, ടോബി ജോൺസൺ കോട്ടയത്ത് നിന്ന് വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. തീക്കോയിലാണ് ഇറക്കത്തിൽ നിയന്ത്രണം വിട്ട കാർ റോഡരികിലെ വീട്ടിലേക്ക് മറിഞ്ഞത്. വീടിനകത്ത് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്ന വിദ്യാർത്ഥി തലനാരിഴയ്ക്കാണ് അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്.